ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വേണ്ടി പ്രതികരിക്കുന്നതിന് വേണ്ടി LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിൽ ഈ പുതിയ വാർത്തകൾ അറിഞ്ഞിരിക്കുമല്ലോ. ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രശ്നം കേരളത്തിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് ഈ സ്വർണ്ണ കേസിൽ പ്രതിയായ സുബ്രഹ്മണ്യൻ പോറ്റിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഈ രണ്ടുപേരുമായി ചേർന്ന് സോണിയാഗാന്ധിയെ കാണാൻ പോയി. സോണിയാഗാന്ധിയെ കണ്ടു. സാധാരണ നിലയിൽ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു കേന്ദ്രത്തിൽ എങ്ങനെ ഇവരെത്തി? ആരാണ് ഇവരെ കൊണ്ടുപോയത്? അതിന് അടൂർ പ്രകാശ്, അതുപോലെ ഇതിന് വേറെ അടൂർ പ്രകാശിനോടൊപ്പമുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, ആൻഡോ ആൻ്റണി, ഇവർ രണ്ടുപേരും ഒഴിഞ്ഞത് അവരല്ല കൊണ്ടുവന്നതെന്നാണ് എന്നുള്ള നിലയിലൊരു അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും അടൂർ പ്രകാശും ചേർന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ എത്തിക്കുന്നു. രണ്ടുപേരും നിഷേധിക്കുന്നു അവരല്ല കൊണ്ടുവന്നെന്നുള്ളത്. പിന്നെ അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് തന്നെ സ്വതന്ത്രമായിട്ട് അവിടെ കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലമല്ല. അത്രയധികം സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു കേന്ദ്രമാണത്. ആ സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു കേന്ദ്രത്തിൽ എങ്ങനെ ഇവരെത്തി? അത് കോൺഗ്രസ്സാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വസ്തുത ദുരൂഹമാണ്. ഈ വസ്തുത അത് മറനീക്കി രംഗത്ത് വരാതെ ഈ പ്രശ്നങ്ങളിൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ SIT നടത്തുന്ന ശ്രമം ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം അവർ നടത്തുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും അടൂർ പ്രകാശിന് ഇവരുമായിട്ടെല്ലാമുള്ള ബന്ധം വളരെ വ്യക്തമാണ്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ SITയുടെ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് അവരുടെ ഒരു രീതിയും അനുഭവങ്ങളും വെച്ചിട്ട് പറയുന്നതാണ്. ഏത് പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും അത് രാഷ്ട്രീയ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഇതാക്കുക. അവർ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം പ്രചാരവേല നടത്തുന്നുണ്ട്. SIR പ്രശ്നത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം അവർ പ്രകടിപ്പിച്ചോ? അപ്പോൾ ഇതുപോലുള്ള നിലപാടുകളാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ വി ഡി സതീശൻ്റെ പ്രചരണ ജാഥ ഇപ്പോൾ ആരംഭിച്ചതാണ്. ആരംഭിക്കുന്ന സന്ദർഭങ്ങളാണ് ഇതെല്ലാം വരുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അവർ എതിർക്കുന്നത്? വികസനം, ജനക്ഷേമം, ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ സ്വർണ്ണ കേസിൻ്റെ പ്രശ്നത്തിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ഒരേ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കില്ല. അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതിൽ കുറ്റക്കാരായ ഒരാളും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത നിലയിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെൻറ് ഒരിക്കൽ പോലും ഈ കുറ്റവാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ വക്രീകരിച്ച് കാണിക്കുന്നതിനുള്ള ശ്രമം VD സതീശനും കോൺഗ്രസിൻ്റെ നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച ധാരണ. ഇപ്പോൾ 3 മേഖലാ ജാഥകൾ LDFൻ്റെ വലിയ ജനമുന്നേറ്റമായി മാറുന്നൊരു സാഹചര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 മേഖലാ ജാഥകളാണ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദ മാസ്റ്റർ, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ഈ 3 നേതാക്കളുമാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ ജാഥയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടിയിലെയും പ്രതിനിധികൾ അംഗങ്ങളായി സഞ്ചരിക്കുന്നുണ്ട്. വൻ ജനമുന്നേറ്റമാണ് ഉണ്ടാകുന്നത്.
ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ജാഥയെ സ്വീകരിക്കാൻ, ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ, കേരളത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഗൗരവം മനസ്സിലാക്കി ജനങ്ങൾ ഈ ജാഥയ്ക്ക് അനുകൂലമായി നല്ല നിലയിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമുള്ള ജനമുന്നേറ്റം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അനുഭവവേദ്യമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജാഥ നല്ല നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, ജനങ്ങൾ നല്ല നിലയിൽ പിന്തുണ നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കേരളീയ സമൂഹത്തെ ഒന്നിച്ചണിനിരത്തുന്നതിന് ഈ ജാഥ സഹായകരമാണ്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF നേതൃത്വം ശ്രമിക്കുകയാണെന്നും എന്നാൽ അത് വിലപ്പോകില്ല എന്നുമാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത്. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.